പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളുടെ പേരുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ 9 പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയോടനുബന്ധിച്ചുള്ള പേരുകളെ കുറിച്ച് നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 10ാമത്തെ ശുശ്രൂഷയുടെ അതിനോടനുബന്ധിച്ചുള്ള പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്ന പേരായ പരിശുദ്ധാത്മാവ് എന്ന പേര്. അന്തിമമായി ദൈവത്തിൻ്റെ വചനത്തിൽ ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ ആത്മാവ്. ആ പേരിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ആമേൻ ദൈവസന്നിധിയിൽ നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. തൃത്വത്തിലെ 3ാമനായ പരിശുദ്ധാത്മാവിന് സർവ്വസാധാരണയായി തിരുവചനത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന പേര് പരിശുദ്ധാത്മാവെന്നാകുന്നു. ആമേൻ. തിരുവചനത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 11ാം അധ്യായം അതിന്റെ 13ാമത്തെ വാക്യം. Luke chapter 11 verse 13. ആമേൻ. ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. സ്തോത്രം. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. ആമേൻ. ആ വചനം ഒന്നുകൂടെ എടുത്തു വായിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ദൈവജനത്തെ കുറിച്ച് പറയുന്നു. ദോഷ നിരൂപണങ്ങളുള്ള ജനത്തിൽ അവർ തങ്ങളുടെ മക്കൾക്ക് എപ്പോഴും നല്ല ദാനങ്ങളാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ലേ. നമ്മുടെ സാമ്പത്തികം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച്, ആമേൻ, ദൈവകൃപയിൽ നമ്മെ നിലനിർത്തിനെ അനുസരിക്കുന്ന എല്ലാ വിധത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, തലമുറകൾക്ക് ഒരു മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുന്നില്ലേ. ബെസ്റ്റേ കൊടുക്കുന്നുള്ളൂ. മഞ്ഞളുമല്ല നമ്മൾ എന്ന് പറഞ്ഞാൽ ഗുണകരമല്ലാത്തൊരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ ഭക്ഷണം പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യത്തിന് ഹാനികരമായത് നമ്മൾ അറിഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കും. അത്രമാത്രം കുഞ്ഞുങ്ങളോട് നമ്മൾ കെയർ ഉള്ളവരാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു. സ്തോത്രം. അങ്ങനെ നിങ്ങൾ ആമേൻ അത് അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്, നമ്മുടെ മാതാവും പിതാവും യഥാർത്ഥത്തിൽ ലോകത്തിൽ ഉള്ള മാതാവും പിതാവും പോലെ അല്ല. നമ്മുടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മാതാവും പിതാവും നമ്മുടെ സഹോദരനും നമ്മുടെ എല്ലാമായിരിക്കുന്നവൻ നമുക്ക് തരുവാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ലോകത്തിന്റെ സമ്പത്തല്ല, ലോകത്തിന്റെ കാര്യങ്ങളൊന്നുമല്ല. ദൈവം അവന്റെ ആത്മാവ് പറയുന്നു നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ തരാനാണ്. പരിശുദ്ധാത്മാവിനെ കിട്ടിയാൽ, പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടന്നാൽ സകലതുമായെന്നതിന്റെ അർത്ഥം. ലോകത്തിന്റെ സകലതും ഒരുത്തന് ആമെ നേടുവാൻ കഴിയുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരുത്തന് കഴിയുമെന്ന് ദൈവം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് നാം പഠിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണമില്ലാതെ ഒരു ആത്മീയന് തന്റെ ജീവിതത്തെ പൂർണ്ണമാക്കിക്കൊണ്ടാണ് സാധ്യമല്ല. അനുദിനം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മാവിന്റെ അധികാര പരിധിക്കുള്ളിലും നാം അതിൽ നിന്ന് തെറ്റിപ്പോയാൽ ക്രിസ്തീയ ജീവിതമെന്ന് നമുക്ക് പേരിന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതമായി മാറത്തില്ല. കാരണം പരിശുദ്ധാത്മാവില്ലാത്തത് വലിയ നഷ്ടമാണ് ഒരു ആത്മീയന്റെ ജീവിതത്തിൽ. അപ്പോൾ ആത്മാവ് ആവസിക്കുകയും ആത്മാവിന്റെ നിറവോടെ നടക്കുകയും ചെയ്യുന്നവരാ ദൈവത്തെ ആരാധിക്കുന്നു. ആത്മാവുള്ളവരാണ് ആമേൻ പ്രാർത്ഥിക്കുവാനായി അവർക്ക് താല്പര്യമുണ്ടാകുന്നത്. ആത്മാവുള്ളവരാണ് സ്വസ്ഥത അനുഭവിക്കുന്നത്. ആത്മാവിന്റെ വരമുള്ളവരാണ് സമാധാനം ഈ ലോകത്തിൽ അനുഭവിക്കുന്നത്. ലോകത്തിൽ എന്തെല്ലാം വിഷയമുണ്ടെങ്കിലും ദൈവവചനത്തെ റിസീവ് ചെയ്യുമ്പോൾ എല്ലാ വിഷയങ്ങളുടെയും പരിഹാരമായി ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കയറുമ്പോൾ വലിയൊരു സമാധാനത്താൽ നാം നിറയും. എപ്പോഴെങ്കിലും നിങ്ങൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ലോകത്തിൽ അനേക വിഷയങ്ങൾ, രോഗം, ഭാരം, നിരാശ, എല്ലാ വിധത്തിലും വലിയ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യൻ ചിലപ്പോൾ ആശ്വസിപ്പിച്ചാൽ നാം ആശ്വാസം കൊള്ളുവാൻ പറ്റത്തില്ല അല്ലേ. ചില കഠിനമായ ശോധനകളിലൂടെ നാം കടന്നു പോകുമ്പോൾ എത്ര പേര് നമ്മളെ ആശ്വസിപ്പിച്ചാലും അത് ആശ്വാസമാകും നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ശ്രദ്ധിച്ചോ, നിങ്ങൾ ആ സമയത്ത് കർത്താവിന്റെ വചനം ഒന്ന് എടുക്കുക, ഒന്ന് പ്രാർത്ഥിക്കാനായി. നമുക്ക് പറ്റുന്ന ഒരു മാനസികാവസ്ഥ അല്ലെങ്കിലും
ദൈവത്തിന്റെ സന്നദ്ധിയിൽ മനഃപൂർവ്വമായി ഒന്ന് ഇരുന്ന് കൊടുത്ത് ഒരു 5-6-7 മിനിറ്റിനകം ആ അവസ്ഥയെ ദൈവം പതുക്കെ ചെയ്യിച്ചാൽ ഹൃദയംഗമായിരിക്കണം. ഒന്ന് കരഞ്ഞാൽ മതി, ഒന്ന് നിലവിളിച്ചാൽ മതി, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ സാഹചര്യത്തെ, അന്തരീക്ഷത്തെ ദൈവം മാറ്റും. നിങ്ങൾക്ക് പലർക്കും ആ അനുഭവം ഉണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നില്ലേ? സ്തോത്രം. ശിഷ്യന്മാർ എന്തുവാ കർത്താവിനോട് ആവശ്യപ്പെട്ടത്? ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. വിശാല ദൈവത്തിന് സ്തോത്രം റെസ്പോണ്ട് ചെയ്യുന്നു. പ്രാർത്ഥിപ്പാൻ മറ്റുള്ള എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ ഒന്ന് പഠിപ്പിക്കണം. ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു എവിടെങ്കിലും? ശുശ്രൂഷ ചെയ്യാൻ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു എവിടെങ്കിലും? എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു കാര്യം ശിഷ്യന്മാർ കർത്താവിനോട് ആവശ്യപ്പെട്ടത് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് വീണ്ടും വണ്ണം പ്രാർത്ഥിപ്പാൻ നമുക്കറിയത്തില്ല. ആത്മാവിന്റെ നിയോഗപ്രകാരം പ്രാർത്ഥിപ്പാൻ നമുക്കറിയത്തില്ല. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിരത്തി നമ്മുടെ ഹൃദയത്തിന്റെ ആമേൻ ഹല്ലേലൂയ കാര്യങ്ങളുമായി നമ്മൾ ദൈവസന്നിധിയിൽ അടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതിന് ക്രമമുണ്ടെന്ന് കർത്താവ് പഠിപ്പിക്കുക. എങ്ങനെ പ്രാർത്ഥനയുടെ ക്രമം ഇവിടെ പഠിപ്പിക്കുന്നത്? വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥനയുടെ ക്രമം ദൈവം പഠിപ്പിക്കുന്നത് അതിന്റെ രീതിയിൽ നാം പ്രാർത്ഥിക്കണം. ആദ്യമേ ചെന്ന് കഴിഞ്ഞിട്ട് താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുന്ന ദൈവം ആമേൻ ചില അവസരങ്ങളിൽ അപ്പന് മക്കളോട് കരുണ പോകുന്നില്ല, യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നി ചിലതൊക്കെ തരും. എന്നാൽ നിത്യം അത് പ്രാക്ടീസായി എടുക്കരുത്. പ്രാർത്ഥനയ്ക്ക് ഒരു ക്രമമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ഏത് സമയം പ്രാർത്ഥിക്കും. കർത്താവ് ഇവിടെ പറയുന്നു സ്തോത്രം ഹല്ലേലൂയ പഠിപ്പിക്കണ എന്ന് പറഞ്ഞ് അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ നിന്റെ നാമം വിശുദ്ധി ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടായിരിക്കണം പ്രാർത്ഥന തുടങ്ങുന്നത്. സ്തോത്രം. പ്രാർത്ഥനയുടെ ഘട്ടങ്ങൾ അത് പോകട്ടെ, അതോടെ നിൽക്കട്ടെ. നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് അന്നുള്ള ആഹാരം എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നില്ല. ആദ്യമേറി ആഹാരം തരണമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കർത്താവ് പഠിപ്പിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി ഇടുവിനൊക്കെ എല്ലാം അവസാനമാണ് നമ്മുടെ വിഷയവുമായി പഠിക്കുക. സ്തോത്രം. കടക്കാരോട് ക്ഷമിച്ചതുപോലെ സ്തോത്ര കർത്താവ് നീ ഞങ്ങളോട് ക്ഷമിച്ച് പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് കർത്താവ് വലിയൊരു ഉദാഹരണം പറയുക. പ്രാർത്ഥനയുടെ ആമേൻ സ്തോത്രം ഒരു മർമ്മം ആമേൻ പഠിപ്പിച്ചതിന് ശേഷം യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് തന്റെ ആമേൻ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങളെ ദൈവം ഇപ്പോഴും മാനിക്കുന്നു. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല, എനിക്ക് വചനം വായിക്കുമ്പോൾ ഗ്രഹിക്കാനുള്ള കഴിവില്ല, എനിക്ക് ശുശ്രൂഷിക്കുവാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ശുശ്രൂഷയ്ക്ക് കഴിവില്ല, എനിക്ക് വേണ്ടവണ്ണം ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു പ്രബോധനം പറയാൻ കഴിവില്ല, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ ഒരു ജോലി കിട്ടുന്നതിലും ആമേൻ സ്തോത്രം മറ്റ് ഭൗതികമായ ഏത് വിഷയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഏറ്റവും പെട്ടെന്ന് ദൈവം ഉത്തരം തരുന്നതാണ് ആത്മീയ പ്രാർത്ഥന. ദൈവത്തിന്റെ ആഗ്രഹം ഭൗതിക സമ്പത്തിൽ ഈ ലോകത്ത് ജീവിച്ച് നിത്യത നഷ്ടപ്പെടാനല്ല ദൈവത്തിന്റെ ആഗ്രഹം. ഭൗതിക സമ്പത്ത് കിട്ടിക്കോട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആത്മീയതയായിരിക്കണം ഏറ്റവും മുന്നിൽ. നമ്മുടെ ജീവിതത്തെ അനുദിനം നാം പരിശോധിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ നമുക്കത് കൃത്യമായി ദൈവത്തിന്റെ ആത്മ മനസ്സിലാക്കി തരും. നമ്മുടെ ഒരു ദിവസത്തെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയതയാണോ അതിനകത്ത് മുന്നിൽ നിൽക്കുന്നത്, അതോ ഭൗതിക വിഷയങ്ങളാണ്? ഒരു ദൈവഭക്തനെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആമേൻ വിചാരിക്കുന്ന ഒരു 95% ആളുകളിലും ലോകത്തിനെ കുറിച്ചുള്ള ആഗ്രഹമാണ് മുന്നിൽ നിൽക്കുന്നത്. അല്ലേ? നമുക്കൊരു പ്രത്യേക ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തേടിയെത്തുന്നില്ല. ഒരു നിർണായക ഘട്ടത്തിലാണ് നമ്മൾ ദൈവത്തെ തേടിയെത്തുന്നില്ല. ഒരു വിഷയം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ തേടിയെത്തുന്നത്. സ്തോത്രം. അല്ലാതെ ദൈവത്തെ ആർക്കും ആവശ്യമില്ല. ഇന്നത്തെ ലോകം അവരെല്ലാം സഫിഷ്യന്റ്, എല്ലാവർക്കും തികഞ്ഞവരാണ്. സ്തോത്രം. എല്ലാം തികഞ്ഞവർക്ക് ഹല്ലേലൂയ. അവരാലോചിക്കുന്നില്ല, അവര് മുമ്പത്തെ മിസ്രൈമിൽ കിടന്ന് കഷ്ടപ്പെട്ടതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, ഊഴിയവേല ചെയ്തതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, കഷ്ടപ്പെട്ടതിനെ ഭാരപ്പെട്ടതിനെ വല്ലപ്പോഴും നാം പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം. അപ്പോൾ മനസ്സിലാകും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ എത്ര വലുതായി പരിശുദ്ധാത്മാവ് ചെയ്തെടുത്താണ് ഇപ്പോൾ നിൽക്കുന്ന ആത്മീയ അവസ്ഥയിൽ നാം ആയിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ട്രാൻസ്ഫോം ആയതല്ല നാം, ഒരു ദിവസം കൊണ്ട് പരിവർത്തനപ്പെട്ടതല്ല നാം, ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊരു മാനസാന്തരത്തിൽ വന്ന് പൂർണ്ണരായി മാറിയതല്ല നാം ഇനിയും വളരേണ്ടതുണ്ട്. സ്തോത്രം. അത് മനസ്സിലാക്കി വന്ന വഴികളെ മറക്കാതിരിക്കുവാൻ ഒരു ഭക്തൻ ശ്രദ്ധിക്കണം. ദൈവം വിടുവിച്ചോ അല്ലേ?
ആമേൻ. അതാ ഒരു ദൈവഭക്തന് വേണ്ടി കർത്താവ് പറയുന്നു, സ്തോത്രം, ഇവിടെ പറയുന്നു, ആമേൻ, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, 11:5 പറയുന്നു, അവൻ അർദ്ധരാത്രിക്ക് അവന്റെ അടുക്കൽ വന്ന്, ആമേൻ, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണമെന്ന് പറയുമ്പോൾ, എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്ന് അവന് വിളമ്പി കൊടുക്കാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥകടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തിൽ ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിൽ അവൻ ലജ്ഞ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന്റെ വേണ്ടുന്നിടത്തോളം കൊടുക്കും. വലിയൊരു ദൈവിക മർമ്മത്തെ, ആമേൻ, ഒരു പ്രത്യേക സിമ്പിളായ, ആമേൻ, ഒരു ഉപമയിലൂടെ യേശു കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സ്തോത്രം. ഏതു സമയത്തും കൃപാസനത്തിന്റെ അടുത്ത് എന്ന്, ആമേൻ, സ്തോത്രം, അല്ലെങ്കിൽ ആത്മീയ വരങ്ങളെ, ആത്മീയ കാര്യങ്ങളെ വാഞ്ചിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, ലജ്ഞിക്കാതെ മുട്ടുകയാണെങ്കിൽ, ആഗ്രഹത്തോടും വാഞ്ചയോടും കൂടെ മുട്ടുകയാണെങ്കിൽ, ഏത് സമയമില്ലാത്ത സമയമാണെങ്കിലും ഭക്തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ മാനിച്ച് അവൻ അതാത് സമയങ്ങളിൽ ആത്മീയ സമ്പത്തിനെ, ആമേൻ, കൊടുക്കുന്ന ദൈവമാണെന്ന് ദൈവം ഉപമയിലൂടെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ട് അടുത്തൊരു ഉപമ പറഞ്ഞിട്ട് ഏറ്റവും അവസാനമായി പറയുകയാണ്. സ്തോത്രം. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുട്ട ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും, ഇല്ലയോ? ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ, ആമേൻ, ദൈവം പറഞ്ഞിട്ട് അപ്പൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കർത്താവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തോ കൺക്ലൂഡ് ചെയ്യുന്നത്? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി ദിവസങ്ങളിൽ പ്രാപിപ്പാൻ ഒരു ദൈവഭക്തന് കഴിയുന്നു. അതാണ് എന്റെ ജീവിതത്തിന്റെ അനുഗ്രഹം. ബാങ്കിലെ ബാലൻസ് അല്ല, ആമേൻ, കിട്ടിയ സമ്പത്തിന്റെ, ആമേൻ, കൗണ്ട് ചെയ്യുന്നതല്ല. എത്ര വരങ്ങളുണ്ട്, എത്ര ആത്മീയനാണ്, എത്ര വളർച്ച പ്രാപിച്ചു, അതിനെക്കുറിച്ച് ദൈവസനയിൽ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ അത് ആത്മീയതയുടെ അടയാളമായി മാറും. കർത്താവിനെ മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ. ദോഷികളായ മക്കൾക്ക് ഇങ്ങനെ നമ്മൾ നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആക്കി നമ്മുടെ പിതാവ് എത്ര വലിയ ദൈവം. പിതാവെന്ന വിഷയം തന്നെ വലിയ വിഷയമാണ് ദൈവത്തിന്റെ വചനത്തിലല്ലേ. പിതാവിന്റെ അധികാരങ്ങൾ, പിതാവിന്റെ സ്നേഹം, പിതാവിന്റെ കരുതൽ, അങ്ങനെ വിവിധ നിലകളായി പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സ്തോത്രം. ഒരു ദൈവഭക്തനെ കുറിച്ച് അവൻ പിതാവാണ്, അവന്റെ മുകളിൽ ഒരു പിതാവുണ്ട്, കുടുംബത്തിൽ പിതാവുണ്ട്, സഭയിൽ പിതാവുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ പിതാക്കന്മാരെ ദൈവം വചനത്തിലൂടെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ട് അവരുടെ ആത്മീയ അധികാരങ്ങളെ കുറിച്ച് വിവരിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ, ആമേൻ, അങ്ങനെയുള്ളവരായിരിക്കണമെന്ന് പിതാവിനെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത്, സ്വർഗസ്ഥനായ പിതാവ് മുകളിൽ ഇരുന്ന് സകലത്തെയും, ആമേൻ, ഭരിക്കുന്നവൻ പറയുന്നു, നിങ്ങൾ ആത്മീയ വരങ്ങളെ, ആത്മീയ വളർച്ചയ്ക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എത്ര അധികമായി അതിനെ തരുവാൻ ഞാൻ വിശ്വസ്തതയും. അത് കൊടുത്തിട്ടുണ്ട് ഇന്നുവരെയും, അതിന് തടസ്സമില്ല. അതുകൊണ്ടാണ് ബിംബന്മാർ പലരും മുമ്പന്മാരാകുന്നതും, ആമേൻ, മുമ്പന്മാർ പുറകിലേക്ക് പോകുന്നു. ആത്മീയ വരങ്ങളെ വാഞ്ചിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഇച്ഛിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദൈവം അവർക്കത് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരും. എപ്പോഴും നാം അതിന് വാഞ്ചയോടെ, ആഗ്രഹത്തോടെ ഇരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. സങ്കീർത്തന ഭാഗം, ആമേൻ, സ്തോത്രം, 51:11. സങ്കീർത്തനങ്ങളിൽ 51:11. ആമേൻ. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ആമേൻ, സ്തോത്രം. അപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്, ആമേൻ, ദാവീദിന് മനസ്സിലായോട്ടാണ് പറയുന്നത്, എന്തെന്നിൽ നിന്ന് എടുത്താലും പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ദൈവമേ, ലോകത്തിൽ സകലതും നഷ്ടപ്പെട്ടാലും, ആമേൻ, എന്റെ ജീവിതത്തിൽ ഒന്നുമില്ലെങ്കിലും, ശൂന്യാവസ്ഥയാണെങ്കിലും, ഒരു കാര്യം ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ നല്ല പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റുവാൻ. കാരണം പരിശുദ്ധാത്മാവുണ്ടെ സകലതുമായി മാറ്റിയതൊക്കെ തിരിച്ചു വരും, പോയ നഷ്ടപ്പെട്ടതൊക്കെ തിരികെ ദൈവം കൊണ്ടുതരും. ആമേൻ, സ്തോത്രം. ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് വർണ്ണിക്കുന്നില്ല, സ്തോത്രം, ദൈവവചനത്തിലുണ്ട്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പറയണമെങ്കിൽ രക്ഷ നഷ്ടപ്പെട്ടു. പാപ സ്വഭാവത്തിൽ അവന്റെ രക്ഷയുടെ വളർച്ച തടയപ്പെട്ടു, അല്ലേ? നാം അനുദിനം രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുമ്പോൾ ചിപ്പില്ലയോ? രക്ഷയ്ക്കായി വളരുക. രക്ഷ എങ്ങനെയാ കിട്ടിയത്? ജഡാവതാരം ചെയ്ത യേശു ക്രിസ്തുവിനാൽ, അവനിലുള്ള വിശ്വാസത്താൽ നമുക്ക് രക്ഷ കിട്ടി. അവിടെ കൊണ്ട് നിൽക്കുമോ കാര്യം? രക്ഷ കിട്ടിയെന്ന് വിചാരിച്ച് അവിടെ സ്വർഗത്തിന്റെ, ആമേൻ, വിസ അടിച്ചു കിട്ടി എന്ന് വിചാരിച്ച് എല്ലാം തികഞ്ഞു എന്ന് പറഞ്ഞൊരു ഭക്തൻ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ആമേൻ, സ്തോത്രം. അവൻ എന്ത് ചെയ്യണം? അതിൽ വളർച്ച പ്രാപിക്കണമെങ്കിൽ എന്തോ ചെയ്യണമെന്നാ പറയുന്നേ? വളരുവാൻ
വചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് പഠിച്ച് ധ്യാനിച്ച് വളരണം, എന്നാലേ രക്ഷ വളരാൻ പറ്റും. ഇല്ലേ, ദാവീദിന് പറ്റിയ പോലെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ചില ഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരും. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ എന്ന് പറഞ്ഞപ്പോ രക്ഷ ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ ആമേൻ സ്തോത്രം സ്വർഗ്ഗ കവാടത്തിലേക്ക് ദൈവം നമ്മെ പ്രവേശിപ്പിച്ചിരിക്കാം. അതറിയത്തില്ല എങ്ങനെയാണെന്നുള്ള കാര്യം. പക്ഷെ ഒരു കാര്യം ഇവിടെ വചനത്തിൽ നമ്മെ വെളിപ്പെടുത്തി തരുന്നത്, ചിലപ്പോൾ ആ സന്തോഷം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വചനത്തിൽ നിങ്ങൾ സന്തോഷിക്കണം, വചനത്തിൽ നിങ്ങൾ വളരണം, വചനം നിങ്ങൾ പഠിക്കണം. വചനം നിങ്ങളുടെ ഹൃദയത്തിന് ദീപമായി, നിങ്ങളുടെ കാലിന് പ്രകാശമായിരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ വായ പറയുന്നു, ഇതിന്റെ പരിശുദ്ധാത്മാവിനെ ഇതിൽ നിന്നെടുത്താൽ ആമേൻ സ്തോത്രം വചനത്തെ വിവേചിക്കാൻ പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. വചനം പഠിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. നല്ല വേണ്ടുമണ്ണം പ്രാർത്ഥിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം പ്രാർത്ഥിപ്പിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കലേ പറ്റത്തുള്ളൂ. അല്ലാതെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അത് പ്രസാദമാകുമെന്ന് നമുക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ പറ്റും. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ഹിതം വെളിപ്പെടുത്തി നമ്മുടെ നാവിന്റെ കൺട്രോളിനെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. ദൈവത്തിന്റെ ഹിതം അതിലൂടെ വെളിപ്പെടുത്തി ആത്മാവുമായിട്ട് ആമേൻ കൂടിച്ചേർന്ന് ദൈവത്തോട് ആമേൻ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിച്ച് നേടാനുള്ളത് നേടാം. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, റോമാലേഖനം 1:5. ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോട് നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. ആമേൻ. മതി. സ്തോത്രം. ഒന്ന് ദാവീദിന്റെ സന്തതി, രണ്ട് ദൈവപുത്രൻ. ദാവീദിന്റെ സന്തതി എന്ന് പറഞ്ഞിരിക്കുന്നത് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി അവൻ ഈ ലോകത്ത് ജനിച്ചു, ജഡാവതാരം ചെയ്തു, ദാവീദിന്റെ പുത്രൻ എന്ന് പേർ വിളിക്കപ്പെട്ടു. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ കേൾക്കണം. സ്തോത്രം. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയം ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ശ്രദ്ധിച്ചോണം. ആമേൻ. വിശുദ്ധിയുടെ പരിശുദ്ധ ആത്മാവ് സംബന്ധിച്ചാണ് പുനരുത്ഥാനത്തിന്റെ ശക്തി യേശുവിലേക്ക് പ്രവഹിച്ചത്. അപ്പൊ ജീവനില്ലാത്തതിനെ ജീവനുള്ളതാക്കി ഉളവാക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. 3 ദിവസം ആമേൻ ആമേൻ മരിച്ച് ശവമായിരുന്ന ഒരു ശവത്തിന്റെ മേൽ ആമേൻ ഹല്ലേലൂയ വചനം അയച്ച് സ്തോത്രം ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അതിന്റെ മേൽ വ്യാപരിച്ചിട്ട് ആമേൻ അതിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ശക്തിയല്ല, പിതാവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ. അതാ പുനരുത്ഥാനത്തിന്റെ ശക്തി. പുനരുത്ഥാനത്തിന്റെ ശക്തി നമ്മൾ റിസീവ് ചെയ്യണമെന്ന് ദൈവത്തിന്റെ ആത്മാവ്. പുനരുത്ഥാന ശക്തി. കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പുനരുത്ഥാനത്തിന്റെ ശക്തിയും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലേ അത് പൂർണ്ണമാകത്തുള്ളൂ. സ്തോത്രം. ഉയർപ്പിന്റെ ശക്തി. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു എന്നിൽ ഉയർപ്പിന്റെ ശക്തി വ്യാപരിക്കുന്നു? എന്നിൽ ആമേൻ ഹല്ലേലൂയ നിശ്ചലമായ ചില അവസ്ഥകളുടെ മേൽ ദൈവം ഉയർപ്പിന്റെ ശക്തിയെ, പുനരുത്ഥാനത്തിന്റെ ശക്തിയെ വ്യാപരിപ്പിച്ചാൽ ഞാൻ ഒരു പൂർണ്ണാത്മീയനായി എഴുന്നേൽക്കും. അഭിഷേകം എന്നിൽ വ്യാപരിക്കും. കാരണം മരിച്ചു കിടക്കുന്ന ചാവാറായ ചില ശേഷിപ്പുകളുടെ മേൽ പുനരുത്ഥാനത്തിന്റെ ഉയർപ്പിന്റെ ആമേൻ അധികാരത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതിലേക്ക് കടന്നു ചെന്നാൽ ആമേൻ സ്തോത്രം ആമേൻ എഴുന്നേൽക്കും. അതാ അസ്ഥി താഴ്വരയിൽ സംഭവിച്ചത്. ആമേൻ. അസ്ഥികളോട് പ്രവഹിച്ചപ്പോൾ ഉയർപ്പിന്റെ ശക്തി അവിടെ വ്യാപരിച്ചത്. ആമേൻ. അഭിഷേക ശക്തിയാ വ്യാപരിച്ചത്. സ്തോത്രം. അവിടെ നിന്ന് സൈന്യമായി എഴുന്നേൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ കൊണ്ട് സാധിക്കും. ദൈവത്തിന്റെ ആത്മാവിന് വളരെ ശക്തിയുണ്ട്, പവറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം. ഇവിടെ ദൈവത്തിന്റെ ആമേൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചിട്ട് നീ എവിടെയെന്ന് ചോദിച്ചു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവത്തിന്റെ വിവിധ തരങ്ങളായ വിളികളുണ്ട്. ഒത്തിരി വിളികളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ വിളിയാണ് ആദമേ നീ എവിടെ. സ്തോത്രം. മനുഷ്യനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം നീ എവിടാ, എന്റെ സന്നിധിയിൽ നീ ഉണ്ടോ? വിളി കേട്ട് ഇറങ്ങി തിരിച്ചവരായി ഇരിക്കുന്നവരല്ല.
ആ വിളി കേട്ടു. നീ എവിടാ കുഞ്ഞ്? ഇപ്പൊ പറയുന്നു, അടിയനിതാ ഉണ്ട് ഇവിടെ. ശബ്ദം കേട്ടു, മനസ്സിലായി ഇത് ശരിയാന്ന്. നിന്നെ അനുഗമിച്ചെങ്കിലേ നിത്യജീവൻ ഉള്ളൂ. നിന്നിൽ മാത്രമേ എന്റെ ആത്മാവ് രക്ഷ പ്രാപിക്കത്തുള്ളൂ. നിന്നിൽ മരിച്ചടക്കപ്പെട്ടാൽ മാത്രമേ എനിക്കൊരു ഉയർത്തെഴുന്നേൽപ്പുള്ളൂ. എനിക്കൊരു പുനരുത്ഥാനം വേണമെങ്കിൽ നിന്റെ വിളിക്ക് ചെവി ചായച്ച് അനുസരിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ എന്ന് വിശ്വസിച്ച് ഒന്നാം വിളി നാം സ്വീകരിക്കും. കേട്ടില്ലയോ? ആദാമിനെ വിളിച്ച വിളി നമ്മളോട് വിളിച്ചത് കൊണ്ടാണ് നീ എവിടെ ഓരോരുത്തരോടും ദൈവം ചോദിച്ചു. ആ വിളി കേട്ട് ഇറങ്ങി തിരിച്ചു നമ്മളില്ലേ. അവസാനത്തെ വിളി ഏതാണെന്നറിയാമോ? വെളിപ്പാട് പുസ്തകം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം, ഹല്ലേലൂയ. 22:17 ദൈവം വിളിച്ച് നിർത്തുകയാണ്. വരിക എന്ന ആത്മാവ് മണവാട്ടി പറയുന്നു. അവിടെ നിർത്തിക്കാട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. അടുത്തത് എന്താ ചോദിച്ചാ, വാ എന്റെ അടുത്തേക്ക്. വിളി കേട്ടവൻ, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ജീവിക്കുന്നവനോട് ദൈവം വീണ്ടും പറയുന്നു, മണവാളനും മണവാട്ടിയും ചേർന്ന് വിളിക്കുക. ഇല്ലയോ? ദൈവത്തിന്റെ ആത്മാവ്, മണവാട്ടിയല്ല, ദൈവത്തിന്റെ ആത്മാവും മണവാളനും ചേർന്ന് ഒരു ഭക്തനെ വിളിക്കുക. അല്ലേ? അപ്പൊ വിളിക്കുന്നത് ആരൊക്കെയാ? യേശു കർത്താവ് നമ്മെ വിളിച്ച് വീണ്ടും വരിക. എന്തിനാ വിളിക്കുന്നത്? എന്തിനാ വരാൻ പറയുന്നത്? അശുദ്ധിയിൽ ജീവിക്കരുത്, സ്വർഗത്തിലേക്ക് പോകാനുള്ള ഫൈനൽ പോകണം. ഇല്ലയോ? സ്തോത്രം. അശുദ്ധി ചെയ്യുന്നവൻ അശുദ്ധി ചെയ്യട്ടെ, ഇതെല്ലാം പറഞ്ഞിട്ട് വരിക എന്ന് വിളിക്കും. കേൾക്കുന്നവൻ എന്തോ ചെയ്യണമെന്ന് വായിച്ചാട്ടെ. കേൾക്കുന്നവനും വരിക. അപ്പൊ നമ്മുടെ മുകളിലുള്ള ഡ്യൂട്ടി എന്തുവാ? നമ്മൾ കേട്ടില്ലയോ? ആത്മാവിനാൽ നമ്മൾ കേട്ടവര്, വിളി അനുസരിച്ചവര് മറ്റവരോട് പറയണം. കേൾക്കുന്നവനും മറ്റുള്ളവരോട് വരിക പറയണം. ഈ സന്തോഷത്തിലേക്ക് കൽപ്പനയാ ദൈവത്തിൽ. വരിക എന്ന് പറയട്ടെ. കേൾക്കുന്നവനും കേട്ടവനും അനുസരിച്ചവനും എല്ലാം നമ്മളിലുള്ള വലിയ ദൗത്യത്തെ ദൈവത്തിന്റെ ആത്മാവ്. നാം പലരും വിളിക്കണം. നമ്മൾ വിളിക്കാതെ ആർക്കും ഇരിക്കാൻ പറ്റില്ല. വിളി കേട്ടവർ, അനുസരിച്ചവർ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ, തിരുമേശയിൽ പങ്കെടുക്കുന്നവർ, വിശുദ്ധിയിൽ ജീവിക്കുന്നവർ, സ്വതന്ത്രം വേർപെട്ട് ജീവിക്കുന്നവർ, ഈ വലിയ സന്തോഷത്തിലേക്ക്, ഈ വലിയ നിത്യതയിലേക്ക്, ഈ വലിയ അനുഗ്രഹത്തിലേക്ക് കേട്ടവർ മറ്റുള്ളവരെയും വിളിക്കണമെന്നാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അതാ. കേട്ടവർക്ക് വലിയ വാഞ്ചയാവും മറ്റുള്ളവരെ വിളിക്കണം. ഇല്ലേ? നമുക്കങ്ങനെ ചിന്തയുണ്ടോ? അവർ രക്ഷ വരണ്ട, അല്ലെങ്കിൽ അവരവിടെ നിന്ന് നരകം അനുഭവിച്ചോട്ട് നമുക്ക് പറയാൻ പറ്റും. നല്ല മനസ്സാണെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ കണ്ടുമുട്ടുന്നവര്, ലോകത്തിൽ അനേകർ വെളിയിലൂടെ ആരെങ്കിലും യേശു ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഭാവനാപരമായി ഒന്ന് ചിന്തിക്കാമോ? ഈ നടന്നു പോകുന്ന എങ്ങോട്ടായിരുന്നു? ഇയാളുടെ നാശത്തിലേക്കാണോ ഇത്, ജീവനിലേക്കാണോ ഇത്? അതൊന്ന് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ ചിന്തിച്ചാൽ നാശത്തിലേക്കാണ് ഇയാൾ പോകുന്നതെന്ന് ചിന്തിച്ചാൽ ഒരാൾ കുഴിയിൽ വീഴാൻ നമ്മൾ സമ്മതിക്കും. ഒരു മനുഷ്യത്വ സ്വഭാവമാണ് ഒരാൾക്ക് ഒരു അപകടം പറ്റിയാൽ നമ്മുടെ ഹൃദയം വേദനിക്കുന്നത്. ഇത് മനുഷ്യത്വം. മൃഗങ്ങൾക്ക് ഇതുവല്ലോ ഉണ്ട്. തമ്മിൽ ആക്രമിക്കുന്ന സ്വഭാവമാണ് മറ്റു. മനുഷ്യനും ആ സ്വഭാവം ഉണ്ടെങ്കിൽ മനുഷ്യത്വമല്ല. മനുഷ്യത്വ സ്വഭാവം ആർദ്രതയുടെയും കരുണയുടെയും സ്നേഹത്തിന്റെയും സ്വഭാവം, കരുതലിന്റെയും സ്വഭാവം. ഒരാൾ കുഴിയിൽ വീണാൽ ഒരാൾ നഷ്ടപ്പെട്ടു പോകാൻ അനുവദിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ളവർ അനുവദിക്കുന്നില്ല. മറ്റുള്ളവരെ രക്ഷിക്കാൻ വരാൻ വിളിക്കുന്നു. സഭയിലേക്ക് വിളിക്കും, രക്ഷയിലേക്ക് വിളിക്കും, സ്നാനത്തെക്കുറിച്ച് പറയും, ആമേൻ, വചനത്തെക്കുറിച്ച് പറയും, ഈ സന്തോഷത്തെക്കുറിച്ച് പറയും. എത്ര പേർ ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്നു. ദൈവമക്കളെ, ഈ അനുഭവം എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഞാൻ സന്തോഷിക്കും. ലോകത്തിൽ എനിക്ക് ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഒത്തിരി നിരാശയുണ്ട് പലപ്പോഴും. പക്ഷെ എനിക്ക് പൂർണ്ണമായ ഒരു സന്തോഷം പലപ്പോഴും നിന്നിൽ നിന്നാണ് കർത്താവ് കിട്ടുന്നത്. എൻ്റെ ഭർത്താവിൽ നിന്നല്ല, എൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്നല്ല, എൻ്റെ കുടുംബജീവിതത്തിൽ നിന്നല്ല, എൻ്റെ ജോലി സ്ഥലത്ത് നിന്നല്ല, ഒരു മണ്ഡലങ്ങളിൽ നിന്നുമല്ല. എനിക്കൊരു പൂർണ്ണ സമാധാനം കിട്ടും. നിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ, എന്നോടൊന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ ശക്തി എന്നിലേക്കൊന്ന് വരുമ്പോൾ ഞാൻ പൂർണ്ണ സമാധാനപൂർണ്ണമാണ് അനുഭവിക്കുന്ന. ദൈവമക്കൾക്ക് എന്റെ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവിനെ ഒരിക്കലും രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടാൻ അനുവദിക്കുന്നു. ആമേൻ, നീ തന്ന ഈ വലിയ ദാനങ്ങൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ, ഇവിടെ നിർത്തുന്നു. ഹല്ലേലൂയ. 10 പരിശുദ്ധാത്മാവിന്റെ പേരുകളെ കുറിച്ച് എൻ്റെ ശുശ്രൂഷയുടെ വെളിപ്പെടുത്തുക. മഹത്വത്തിന്റെ ആത്മാവ്, ആലോചനയുടെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, കൃപയുടെ ആത്മാവ്. ഈ ആത്മാവിന്റെ വിവിധതരമായ ശുശ്രൂഷകൾ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് ചാനലായി സ്തോത്രാവിന് വഴി കൊടുത്താൽ നമ്മൾ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പലപ്പോഴും പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുന്നില്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുക. പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുക.
പരിശുദ്ധാത്മാവിനെ നാം അനുവദിക്കുന്നില്ല കുടുംബജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ. നാം ആ നിയന്ത്രിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ആലോചനകളും ചിന്തകളുമാണ് നിയന്ത്രിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ നിയന്ത്രണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത നിയന്ത്രണം വിട്ടുകൊടുക്കുക. നമ്മൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ നിയന്ത്രണത്തിലല്ല, ഞാൻ നിയന്ത്രിച്ചിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ നിൽക്കുന്നില്ല, നിനക്ക് പറ്റും, ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു ഈ കുഞ്ഞുങ്ങളെ. കാരണം അത്യന്തമായി നിന്റേതാണ്. എന്നെ ഇടക്കാലത്തേക്ക് ഏൽപ്പിച്ചതേ ഉള്ളൂ. ഞാൻ എൻ്റെ ശുശ്രൂഷ ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ കുഞ്ഞുങ്ങളോട്. നിന്നെ നീ നിയന്ത്രിക്കണം, നീ നല്ല ആലോചന പറഞ്ഞു, നീ സംസാരിക്കണം, കൃത്യമായി കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഭർത്താക്കന്മാരും ഭാര്യമാരും തമ്മിൽ സ്വരം ചേർച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, നിന്റെ പരിശുദ്ധ, എനിക്ക് എത്ര നിയന്ത്രിച്ചിട്ടും എൻ്റെ ഭാര്യയെ നിയന്ത്രിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവ് കേൾക്കുന്നില്ല. സ്തോത്രം. ഈ വിചാരങ്ങളോ ചിന്തകളോ ഉള്ളവർ ദൈവത്തോടും പരിശുദ്ധാത്മാവോടും പറയണം, ഈ ആളുടെ നിയന്ത്രണം ഒന്ന് എടുക്കണേ കർത്താവ്. കർത്താവ് നിയന്ത്രണം ഏറ്റെടുക്കും, ചേഞ്ച് ആകും, ഉറപ്പാണ്. 1 മാസം കൃത്യമായി ഒരു വിഷയത്തിന്റെ മേൽ ആത്മാർത്ഥമായി കണ്ണുനീരൊഴുകി ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് വചനത്തിൽ വിറച്ച് ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം മറുപടി തരുമെന്ന് എത്ര പേർ വിശ്വസിക്കും? പറഞ്ഞതിന്റെ ക്രമം കേട്ട വചനത്തിൽ, ഈ വചനത്തിൽ ഒന്ന് വിറച്ച് ഭയപ്പെട്ട് എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, എന്റെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കും, എന്റെ തലമുറയെ അനുഗ്രഹിക്കും. ആമേൻ. എപ്പോഴും തലമുറകളുടെ മേൽ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ രാജ്യത്തിൽ നിന്ന് ഏത് രാജ്യത്ത് പോയാലും തലമുറകൾ ആമേൻ നമ്മൾ നല്ലപോലൊക്കെ പ്രാർത്ഥിച്ച് നല്ലപോലെ അവരെ കൊണ്ടു നടന്നില്ലെങ്കിലൊക്കെ ഇവിടുത്തെ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷകൾ, പലവിധമായ ശുശ്രൂഷകൾ ചെയ്യും. നമ്മളവരെ ആ ശുശ്രൂഷ മണ്ഡലത്തെ സൺഡേ സ്കൂൾ അധ്യാപകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ എൻ്റെ സാക്ഷ്യം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് വചനം സംസാരിക്കാൻ ഒക്കത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇറങ്ങി പോകണം. വചനം അതാ പറയുന്നത്. സ്തോത്രം. നമുക്ക് നല്ല സാക്ഷ്യം വേണം. സ്തോത്രം. ഇവിടെ ദൈവദാസന്മാരുടെ മക്കളിരിപ്പുന്നില്ലേ? സ്തോത്രം. നിങ്ങളെ കുറിച്ചുള്ള നല്ല സാക്ഷ്യമാണ് കർത്താവിന്റെ ദാസന്മാരെ ദൈവസഭയിൽ നിലനിർത്തുന്നത്. അവരെ വിരൽ ചൂണ്ടും നിങ്ങൾ മുഖാന്തരം നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ കുത്തും നിങ്ങൾ ക്രമം കെട്ട് നടന്നാൽ അവർക്കായി ഏൽക്കുന്നത്. നീ ആദ്യം നിന്റെ കുടുംബത്തെ നന്നാക്കിയിട്ട് വചനം പ്രസംഗിക്കാൻ ഇറങ്ങും, നിന്റെ കുഞ്ഞിനെ നന്നാക്കിയിട്ട് നീ ഇറങ്ങും എന്നുള്ളതായിരിക്കും പറയുന്നത്. എത്ര ഹൃദയവേദനയോടായിരിക്കും ശുശ്രൂഷ ചെയ്യുന്നത് നമ്മൾ ആലോചിച്ചു നോക്കണം. ദൈവമേ, ഹല്ലേലൂയ. എത്രയോ കർത്താവിന്റെ ദാസന്മാർ നിലവിളിച്ച് കുഞ്ഞുങ്ങൾ മുഖാന്തരം അപമാനിതരായി തീർന്നവർ ആമേൻ ആളുകളുടെ മുന്നിൽ കൂത്തു കാഴ്ചയായി മാറുന്നു. ഇന്ന് ലോകത്ത് അവരുടെ ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ഭാരം കാണാൻ അവർ നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആരും മറ്റുള്ളവരുടെ ആമേ സ്തോത്രം നഗ്നതകൾ ആസ്വദിക്കുവാനല്ല, ഇന്നലെ പറഞ്ഞതുപോലെ അപ്പന്റെ നഗ്നത കാണാനല്ല. ഒരു ദൈവത്തിന്റെ ദാസനൊരു ബുദ്ധിമുട്ട് പറ്റിയാൽ അതിനെ ഊതി വീർപ്പിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ഹല്ലേലൂയ അപമാനിതനാക്കി തീർക്കാനല്ല. എൻ്റെ ദൈവമേ, അങ്ങയുടെ നന്മ സുവിശേഷിക്കുന്ന കാലായിരുന്നല്ലോ. ആമേന തലമുറകൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകല്ലേ, അനുഗ്രഹപൂർണ്ണമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവനാണ് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലുള്ളത്. അല്ല, അവനത് സംഭവിക്കണം, അവനങ്ങനെ സംഭവിക്കണം, അങ്ങനെ സംഭവിക്കണം, അത് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നവന്റെ മേൽ ദുഷ്ടന്റെ ആത്മാവായിരിക്കുന്നത് ഇല്ലയോ? സ്തോത്രം. പ്രാർത്ഥിക്കാൻ ഈ ദിവസങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ശുശ്രൂഷ വേലയിൽ നിൽക്കുന്നവർ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. സ്തോത്രം. കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങൾ ആമേൻ ഹല്ലേലൂയ വേല ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാച് അവരെ തെറ്റിക്കുവാൻ ഈ ആമേൻ വലിയ ശുശ്രൂഷയിൽ അവരെ വലിച്ച് താഴെയിട്ട് ആമേൻ നാശകോലമാക്കാൻ അവന്റെ പദ്ധതിയുമായി നടക്കും. അതുകൊണ്ട് അവർക്ക് പ്രാർത്ഥന വലയം തീർക്കേണ്ട ഉത്തരവാദിത്വം ആമേൻ ആരുടേതാണ്? ആമേൻ നമ്മെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാ, അല്ലെങ്കിൽ മഹാപാപമാണ്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, നിങ്ങളുടെ ദാസരെ നിങ്ങളുടെ ദാസിയെ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. എന്തുകൊണ്ടെന്നാൽ ഈ പോർക്കളത്തിൽ അനേകർ വീണുപോയിട്ടുണ്ട്. ഈ പോർക്കളത്തിൽ അനേകരെ പിശാച് ദയനീയമായി പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർക്കളത്തിൽ ആമേൻ പിശാച് പലരുടെയും ജീവിതത്തിന്റെ മേൽ അഗ്നിയെയും ആമേൻ ശൂലത്തെയും തറച്ച് ആമേൻ അവർ ആമേൻ രക്തമൊഴുകി കിടക്കുകയായി പോർക്കളത്തിൽ. നമുക്കൊരു കൈ കൊടുക്കാൻ പറ്റുമോ? പിടിച്ചെഴുന്നേൽപ്പിക്കാം. ആ രക്തമൊന്ന് ആമേൻ സ്വതന്ത്രം കെട്ടാൻ പറ്റുമോ? യേശു കർത്താവ് പറയുന്ന വഴിയാത്തിൽ ഒരുത്തൻ കിടക്കുന്നു. ഹല്ലേലൂയ. പുരോഹിതൻ കടന്നുപോയി. ഇന്ന് ലോകത്തിൽ ആരും ശ്രദ്ധിക്കത്തില്ല, അപമാനിക്കും. കണ്ട് കിടക്കുന്ന കിടപ്പ് കണ്ടോ? പുരോഹിതന് ശ്രദ്ധയില്ല.
ആമേൻ, ഹല്ലേലൂയ. മറ്റേ വഴി പോകുന്നവർക്ക് ആദിശൽ എന്നാൽ ഒരു നല്ല ശമരിയക്കാരൻ നിങ്ങളും ഞാനും നല്ലൊരു ശമരിയക്കാരനായി തീരുമോ? മറ്റുള്ളവരുടെ വീഴ്ചയോ ആമേൻ സ്തോത്രം അവരുടെ ഭാരമോ നിരാശയോ കണ്ടതിൽ ആനന്ദിക്കുന്നവരല്ല. ആദ്യം ആമേൻ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ തകർന്നും മനസ്സും നുറുങ്ങിയ ഹൃദയത്തോടെ അവരെ ലിഫ്റ്റ് ചെയ്യുന്നവരാക്കി എൻകറേജ് ചെയ്ത്, സാരമില്ല കുഞ്ഞെ, കർത്താവ് നിന്നെ മാനിക്കും, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, ദൈവകൃപ നിന്റെ കൂടെ. കർത്താവിന്റെ ദാസനെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. സാരമില്ല, ദൈവം അങ്ങയോട് കൂടെയുണ്ട്. അങ്ങ് ചെയ്ത വേലയ്ക്ക് നിശ്ചയമായ ഒരു പ്രതിഫലമുണ്ട്. അല്പസമയത്തേക്ക് ചില ഉന്തലും തള്ളലും പറ്റിയാലും ദൈവം സമാധാനത്തോട് അങ്ങേ ചേർത്തുകൊണ്ടെന്ന് പറയാനുള്ള സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സ്തോത്രം മഞ്ഞിന്റെയും മഴയെയും സ്വസ്ഥത അയക്കുന്ന ഒരു വാക്കാണോ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നത്? അതോ സ്തോത്രം തീയിൽ ഹാലലി എണ്ണ ഒഴിക്കുന്നതാണോ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷ? ഫിലോമോന്റെ ജീവിതത്തിൽ പൗലോസ് പറഞ്ഞു നിർത്തിക്കുകയാണ്, ഹല്ലേലൂയ, ഹൃദയത്തെ തണുപ്പിക്കുന്ന ശുശ്രൂഷ വേണം നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ചെയ്യണം. തെറ്റിപ്പോയവരെ ആമേൻ തിരിച്ച് സഭയിലേക്ക് അടുപ്പിക്കണം, കുറവുള്ളവരെ അടുപ്പിക്കണം, പറഞ്ഞ് മനസ്സിലാക്കണം, ഉപദേശിക്കണം, ശാസിക്കണം, തർജ്ജനം ചെയ്യണം. അതെല്ലാം ദൈവസഭയുടെ ഭാഗമായതിനാൽ ഒന്ന് നെഗറ്റീവായ ദൈവസഭയിൽ ആർക്കും ആരോട് വ്യക്തിവൈരാഗ്യങ്ങളില്ല. ജഡ രക്തങ്ങളോട് നമുക്ക് പോരാട്ടമേ ഇല്ല. ഇതിനകത്ത് പ്രവർത്തിക്കുന്ന അന്ധകാര വ്യാപാര ശക്തിയോട് ശക്തമായി പോരാടുകയും നാം മുന്നറിയിപ്പ് കൊടുക്കുകയും വേണം. കാരണം ജഡവും ഇത് തിരിച്ചറിയണം, തിരിച്ചറിഞ്ഞ് തിരികെ വരണം. അതിന്റെ ശുശ്രൂഷ നമ്മളെല്ലാം ചെയ്യുന്നില്ലേ? ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കുടുംബത്തോടുള്ള ശുശ്രൂഷ കുടുംബനാഥന്മാർ ചെയ്യണം. സഭയിൽ ദൈവവേലക്കാർ ദൈവസഭയോടുള്ള ഉത്തരവാദിത്വവും ശുശ്രൂഷയും വരും കാലങ്ങളിൽ ചെയ്യണം. പിതാവാം ദൈവം സ്വർഗത്തിലിരുന്ന് തൻ്റെ ജനത്തിനോടുള്ള ശുശ്രൂഷ ഇപ്പോഴും പരിശുദ്ധാത്മാവിനാൽ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാൽ ആ ശുശ്രൂഷയുടെ കൈമാറ്റം നമ്മളിലേക്ക് കുടുംബത്തിലും സഭയിലും ആമേൻ സ്തോത്രം നമ്മളിലേക്ക് ദൈവം കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുകയാൽ ആ ശുശ്രൂഷയുടെ ഗൗരവം ഏറ്റെടുത്ത് നാളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ മാതാപിതാക്കളാകും, സ്തോത്രം നിങ്ങൾ അപ്പന്മാരാകും, അമ്മമാരാകും, നിങ്ങൾക്കും ഒരു ശുശ്രൂഷയുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങളും ഇപ്പോഴേ ആ ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ വളർന്നു വരുവാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ജാഗരിക്കുകയും ചെയ്യുന്നതോട് അപേക്ഷിക്കുന്നു.